എന്റെ അനിൽ വന്നടാ. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഗണേഷ് എല്ലാത്തിനും സ്കെച്ചിടാൻ പോവാ. അനിലേ, ആരാത്? എടാ ഇത് ഞാനാ. പെരുമാളായിട്ട് വന്നിട്ടുണ്ട്. ചൊവന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കണം അത്ര. രഘുവിന്റെ വീട്ടിന് മുമ്പിലുണ്ട്. വേറെ ആരൊക്കെയാ വന്നേക്കുന്നത്? ബിജു, സുരേഷ്, പിന്നെ 3-4 പേരുണ്ട്. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ശരിയടാ എന്നാ. ആരാ അത്? ആര് വിളിച്ചെന്നാ പറഞ്ഞു? ആരുമില്ലടി, നീ കിടന്നുറക്കാൻ നോക്ക്. ദേ വഴക്കിനൊന്നും പോവല്ലേ, പറയുന്ന കേക്ക്. ഇപ്പൊ പോണ്ട. വഴക്കൊന്നുമില്ലടി, ഞാൻ ചുമ്മാ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നീ കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ പോവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡേ പോവരുന്നോ, നീ കിടന്നുറങ്ങാൻ നോക്ക്. പറയടാ. എടാ അനിലുമായിട്ട് സംസാരിക്കാൻ പെരുമാൾ വന്നിട്ടുണ്ട്. നീ രഘുവിന്റെ വീട്ടിലേക്ക് വാ. ദാ വരുവോ, വെക്ക്. നമസ്കാരം അല്ലേ. അമ്മാരോട് വരാം. പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഏട്ടാ. വരുവാനില്ലേ? സുഖം തന്നെയല്ലേ? വലിയ ആളായിപ്പോയല്ലേ? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, വെറുതെ ഒന്ന് ബുക്ക് ചെയ്തു. അല്ല വേറെ ഞാൻ പറഞ്ഞില്ലേ അനിൽ നമ്മുടെ പയ്യനാന്ന്. അറിയാതെ ചെയ്തതായിരിക്കും അല്ലേ അനിലേ? നിന്നോട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. അല്ല ചേട്ടനാ പറഞ്ഞേ ഇത് നമ്മുടെ ചോരാന്നോ? ഇനി ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. ഈ ഏരിയയിലെ എല്ലാ ചുമരും നിങ്ങളുടെ ചുമര അല്ലെന്ന് പറഞ്ഞില്ല. ഇതുവരെ നിങ്ങളുടെ ചുമര ഞങ്ങൾ കൈവച്ചിട്ടുണ്ടോ? ഇല്ലേ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ളത് ഒരു ചുമര. ഇതിൽ പോയി ആയിക്കോട്ടെ, ഇത്ര വർഷമായിട്ട് നിങ്ങൾ തന്നെ അല്ലേ ഇത് ഉപയോഗിക്കുന്നേ. ഈ വർഷം ഞങ്ങൾക്ക് വേണം, അടുത്ത വർഷം അല്ലല്ല ഇനി മുതൽ ഞങ്ങളുടേത് തന്നെയാണ്. എന്താണല്ലേ പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കിളവന്മാരോട് പോയി സംസാരിക്കാം. ഞാൻ സംസാരിക്കാം, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ. നീ വെള്ളം ഉണ്ടാക്കാതെ. നിന്നോട് ഒന്നുമില്ലടാ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഏടാ എല്ലാരും ഒന്ന് ചുമ്മാ ഇരിക്കുക ചേട്ടോ. ഒരക്ഷരം ഉണ്ടല്ലോ കേട്ടോ. ആരാടാ ഇവൻ? ഒരപ്പനുണ്ടായ അല്ല നിന്നെ പോലെ ഞാനൂലേ എന്നെ ചവിട്ടി ചീച്ചു കളയൂ. ഞാനൂളാ ചൂണ്ടെടുത്തോണ്ട് നമുക്ക് മീൻ പിടിക്കാൻ മിണ്ടാതിരിക്കില്ലേ, അടിച്ചു കൊന്നു ഞാൻ. ഒന്ന് പോയട്ടാ. ശരി ചേട്ടാ, പോട്ടെ പോട്ടെ വിട്ടേ. എന്താ ചേട്ടാ ഒരു കാര്യം, എന്റെ അച്ഛൻ മരിച്ചത് തന്നെ ആ ചുവരിൽ ഇടിച്ചിട്ടാ. നിർത്താ, ദേഷ്യപ്പെടാതെ. ഇത്രയും വർഷമായിട്ട് ചുമര് നിനക്കും കൂടെ ചേർത്താ പറഞ്ഞ മിണ്ടായി. ആ ചുമരിൽ എന്റെ മുത്തച്ഛനുള്ളതാ. നിങ്ങളുടെ മുത്തശ്ശിയാണോ മറ്റേ ചുമരിലുള്ളത്? തമാശ പറയണം. മിണ്ടായിരിക്കാൻ പറ്റില്ല. അത് ആ കാര്യത്തിലും ഒന്ന് പോടാവേ. മിണ്ടാതിരിടാ. ഒരു കാര്യം, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ, ഞങ്ങളുടെ ചുമര്. ബിജു കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നേ. ഇതിനാണോ നിന്നെ കൊണ്ടുവന്നത്? ഇനി ഞാൻ എന്ത് പറയാനാ? കരയിലെ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ? ആര് ചോദിച്ചാലും ചുമര് വിട്ടു തരില്ലെന്ന്. ഇനി ഒന്ന് പടം വരയ്ക്കട്ടെ, അപ്പ അറിയാൻ എന്റെ തണി നിറം. അതുകൊണ്ടാ പറഞ്ഞ് ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തട്ടിക്കളയണം. ഓരും പെട്ടവന്മാര്. എടാ നടക്കടാ. അനിലേ, ഇത് വലിയ പ്രശ്നമാകും. എന്ത് പ്രശ്നമാകുന്നു? നിങ്ങളുടെ നേതാക്കന്മാരോട് എന്ന് പറ. അനിൽ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന്. എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറ. ചേട്ടാ ഇവന്മാരോട് എന്തിനാ സംസാരിക്കുന്നത്? ചോരി കൈവക്കട്ടെ. അപ്പൊ കാണിച്ചു കൊടുക്കാം. എന്താ അവന്? ചുമ്മാ നീ വന്നേ. അല്ലേ സംസാരിച്ചിരിക്കുമ്പോ അടിക്കുന്നോടാ. ഇപ്പൊ എന്തോ പറയുന്നു? പറ്റോ പറ്റത്തില്ലയോ? ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ ഇത്? അവര് സമാധാനമായിട്ട് സംസാരിക്കാമെന്നപ്പോ എന്തിനാ അടിച്ചത്? ആവശ്യമില്ലാത്ത കാര്യം പിടിച്ചു പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് വന്നവൻ ഓവറായിട്ട് ഉണ്ടാക്കുന്നു. ശരി, വരുന്നിടത്ത് വെച്ച് നോക്കടാ. ഇവന്മാരെയൊക്കെ നിനക്ക് ഒരു വിവരമില്ലേ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരെങ്കിലും അടിക്കോ? എനിക്കറിയത്തില്ല അടിക്കാൻ. എടാ നീ എന്തിനാ എന്നോട് ചൂടാകുന്നേ? അവൻ വലിയ കൊമ്പത്തെ ആളെ പോലെ സംസാരിക്കുന്നത് കേട്ടോ. ഒന്ന് പറയണടാ. സമാധാനമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് അടിച്ചേക്കുന്നു. ഓടാ. എന്തുവാടാ നീ എന്തിനാ അവനെ ദേഷ്യപ്പെട്ടെ? അവൻ പോവാ. കാർത്തികേ സൂക്ഷിച്ചു പോണം. തനിയെ പുറത്തു പോവല്ലേ. എന്തിനാണ് അവനോട് എടാ നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? എടാ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇത് സാധാരണ കാര്യമല്ല കേട്ടോ. നിക്കടാ, നിനക്കെന്താ എത്ര അഹങ്കാരം? എന്തിനാടാ നീ അവനെ അടിച്ചത്? അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാ. ഇങ്ങോട്ട് നോക്കടാ, ആ ചുവരിന്റെ കാര്യത്തിൽ മാത്രം നീ തലയിടാൻ പോരുത്. ഇതിനു വേണ്ടിയാണോ നേർച്ചയും കഴിച്ചും വെച്ചത്? ഒന്നും മിണ്ടായിരുന്നേ. ചുമ്മാ എപ്പ നോക്കിയാലും അവനെ ചീത്ത വിളിക്കുന്നു. എന്താ ഞാനത് കേട്ടോണ്ടിരിക്കണോ? അടിച്ച് കൈയും കാലും ഞാൻ ഓടിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരെ ജോലിക്ക് പോയിട്ട് മര്യാദക്ക് വേഗം ഇവിടെ വന്നേക്കണം. ജോലിക്കെന്നും പറഞ്ഞു. ഹലോ ഹലോ. നിനക്ക് തരാൻ കിട്ടടാ.
ഹലോ 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 സംസാരിച്ചു തീർക്കാന്ന് വിചാരിച്ച അവനെതിനെ അടിച്ചത്. ആവശ്യമില്ലാത്ത പണിയാവും കാണിച്ചത്. മര്യാദക്കെല്ലാം നോക്കി കണ്ടുകൊണ്ട് ചെയ്യാം. ഏതായാലും ഇത്രയായില്ലേ, കുറച്ചുകൂടെ നോക്കാം. ഹലോ, ഏതാ വേണം? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വാടാ. ഹലോ ഹലോ, കൊറേ അമ്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലേ? കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. വിട്ടേര്, നാളെ രാവിലെ നോക്കാം. ഹലോ, ആരാടാ വേണ്ടേ? ഞാനാ കാർത്തികയ. എന്താ മറന്നുപോയോ? ഫോൺ വിളിച്ചാ വരട്ടുന്നല്ലോ. 2 ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ എന്റെ പുറകെ കറങ്ങിയതൊക്കെ വെറുതെ അല്ലേ? നീ കാണാൻ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷെ ഒരു മൈൻഡും ഇല്ലല്ലോ. നിന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് വിഷമമായിപ്പോയെന്നറിയോ? നീ ആണെങ്കിൽ കൂർക്ക് വിളിച്ച് ഉറങ്ങുന്നല്ലേ. നിന്നെ കാണാൻ വേണ്ടി വെള്ളം എടുക്കുന്നിടത്ത് ഞാൻ കാത്തിരിക്കാം. വേഗം വാ. എന്താ വേണ്ടത് നിനക്ക്? എന്തിനാ ഇപ്പൊ വിളിച്ചേ? എന്തിനാ ഒച്ച വെക്കുന്നേ? നിന്നെ കാണാൻ വന്നതാ. അത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ? നീ ചെയ്തതെല്ലാം ശരിയാണോ? നീ പ്രേമിച്ച ഉടനെ ഞാനും കൂടെ പ്രേമിക്കണമെന്നുണ്ടോ? പ്രേമിക്കുന്നവരൊക്കെ എന്തെല്ലാം വഴക്കും വക്കാനും ഉണ്ടാക്കുന്നു, അതൊന്നും അറിയില്ലേ? എന്റെ കൂട്ടുകാരി അവൾ പ്രേമിക്കുന്നവനെ പോലീസിന് പിടിച്ചു കൊടുത്തു. എന്ത് തല്ലി എന്നറിയാവോ? ഇപ്പൊ അവനെ തന്നെ പ്രേമിച്ച അവൾ കല്യാണം കഴിക്കുകയും ചെയ്തു. സന്തോഷമായിട്ട് ജീവിക്കുക. ഞാൻ നിന്നെ 2 വഴക്കല്ലേ പറഞ്ഞുള്ളൂ. വേറെ എന്താ ചെയ്തേ? സത്യത്തിൽ അന്ന് മുതൽ എനിക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അറിയോ? എന്താ മനസ്സിലാക്കാത്ത? എന്തിനാ ഇപ്പൊ കരയുന്നേ? എന്നെ കല്യാണം കഴിക്കാവോ? എപ്പോഴാ? ഇപ്പൊ തന്നെ വാ, താലി കെട്ട്. എന്നൊരു ഉമ്മതാ. അയ്യേ, നാണമില്ല. പോടാ. പോടാന്ന്. അമ്മ വരുന്നുണ്ട്. പോടാ.